വെള്ളിയാഴ്ച വൈകിട്ടും ഇസ്രായേൽ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെയാണ് ആക്രമണ വിവരം റിപ്പോർട്ട് ചെയ്തത്. അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ 10ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ പലതും ടെലവീവിലും പരിസര പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. നഗരത്തിലുടനീളം ഒന്നിലധികം ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തരാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചില മിസൈലുകൾ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധത്തിലേക്ക് തുളച്ചു കയറിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന അയൺ ഡോം സിസ്റ്റത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയരുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ഇസ്രായേലിൽ പതിക്കുന്ന ഇറാൻ മിസൈലുകളുടെ ദൃശ്യങ്ങൾ പകർത്താതിരിക്കാനുള്ള ശ്രമം നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ടെലവീവിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണങ്ങളിൽ ആക്രമണം നടക്കുമ്പോൾ പെട്ടെന്ന് ടെലിവിഷൻ ക്യാമറകളുടെ ആംഗിളുകൾ മാറ്റുന്നു, അല്ലെങ്കിൽ ആകാശത്ത് മിസൈലുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ സംപ്രേഷണം നിർത്തുകയോ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും ഇറാൻ്റെ ആക്രമണത്തിൻ്റെ ആഘാതവും കുറച്ചു കാണിക്കാൻ പ്രാദേശിക മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ഈ റിപ്പോർട്ടുകൾ കൂടി വരുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളിൽ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ജൂൺ 13 അതിരാവിലെയാണ് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്. പിന്നാലെ ലോകത്തിൻ്റെ ശ്രദ്ധ ടെഹ്റാനിലേക്കും ടെലവീവിലേക്കും തിരിഞ്ഞു. അതിനിടയിൽ മറ്റൊരു യുദ്ധം കൂടി ഇസ്രായേൽ തുടങ്ങിയെന്നാണ് ഇറാനിലെ മാധ്യമമായ ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സത്യത്തിനെതിരായ യുദ്ധമാണ് ഇസ്രായേൽ സമാന്തരമായി തുടങ്ങിയതെന്നാണ് ടെഹ്റാൻ ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രായേൽ ഭരണകൂടം സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നതായാണ് റിപ്പോർട്ട്. ഇസ്രായേലിലെ യുദ്ധക്കെടുതികൾ ലോകത്തിന് മുന്നിൽ നിന്ന് മറച്ചുവെക്കാനാണ് ഈ സെൻസർഷിപ്പ് എന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത്. ജൂൺ 17 ബ്രിഗേഡിയർ ജനറൽ കോബി മണ്ടൽബ്ലിറ്റ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ്റെ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇസ്രായേലിൻ്റെ ഇറാനെതിരെയുള്ള ആക്രമണമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ. ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ്റെ നിർദ്ദേശങ്ങളിൽ ഈ സെൻസർഷിപ്പ് മറഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങൾക്ക് സമീപം ഉണ്ടാകുന്ന ആക്രമണ വിവരങ്ങൾ, അതായത് സ്ഥലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത് ക്രിമിനൽ കുറ്റമാണ്. സോഷ്യൽ മീഡിയയിൽ പോലും ഇവ പങ്കുവയ്ക്കുന്നതിന് നിയന്ത്രണമുണ്ടെന്നാണ് റിപ്പോർട്ട്. ജൂൺ 19 ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലയിലും പവർ ഗ്രിഡിലും നടന്ന ആക്രമണങ്ങൾ പകർത്തിയ വിദേശ വാർത്താ സംഘങ്ങളെ പോലീസ് ആക്രമിക്കുകയും ക്യാമറകളും മെമ്മറി കാർഡുകളും മറ്റുപകരണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേൽക്കുന്നവരുടെയും യഥാർത്ഥ കണക്കുകൾ പോലും പുറത്തുവിടുന്നില്ലെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ ആരോപിക്കുന്നത്. അതായത് പുറത്തു വരുന്നതിനേക്കാൾ 10 മടങ്ങ് ആഘാതമാണ് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വരുത്തുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെയും ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ തെക്കൻ ഇസ്രായേലിലെ ബീർഷെബയിൽ പതിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ മാത്രമുണ്ടായ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായും വീടുകൾക്കുൾപ്പെടെ നാശം വരുത്തിയതായും ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനും ഇസ്രായേലും കനത്ത ആക്രമണം തുടരുന്നതിനിടെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തെക്കൻ നഗരത്തിലെ സൊറോക്കോ ആശുപത്രിയിൽ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ 7 പേരെ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. നിരവധി അപ്പാർട്ട്മെന്റ് ബ്ലോക്കുകൾക്ക് സമീപമുള്ള ഒരു റോഡിൽ മിസൈൽ ഇടിച്ചു കയറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു വലിയ ഗർത്തം ഇതിന്റെ ഫലമായി രൂപപ്പെടുകയും നിരവധി കാറുകൾക്ക് തീപിടിക്കുകയും ചെയ്തു. തീ അണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയതായും ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിൽ നിന്ന് വന്ന മിസൈലിനെ തടയാൻ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇറാനിലെ മറ്റ് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളെ ആക്രമിച്ച് ഒരു വലിയ ആക്രമണം പരാജയപ്പെടുത്തിയതായും IDFന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാൻ വെള്ളിയാഴ്ച ബീർഷെബയിൽ ഒരു വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു. വിക്ഷേപണത്തിന് മുമ്പ് 3 മിസൈൽ ലോഞ്ചറുകളുടെ തയ്യാറെടുപ്പുകൾ തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിച്ചെന്നും IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതിനിടെയാണ് ഇറാനിൽ വാർത്തകൾക്ക് കർക്കശമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന വാർത്തകളും പുറത്തുവരുന്നത്.